നമ്മളെ മൂവി കഴിഞ്ഞ് ഇനി അച്ഛനെ അവരെ കതുക്കണം അല്ലേ? എന്താണ് പറയാൻ? ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണേ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എണീക്കാൻ തന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചടപടേന്ന് ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. അതുകൊണ്ട് എൻ്റെ കോലമൊന്നും ആരും ശ്രദ്ധിക്കണ്ട, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മറ്റേ നമ്മളെ ദലിയൻ്റെ ഉപ്മാവാണ്, നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളും അടിപൊളിയായിട്ട് തന്നെ പോകുന്നത്. അങ്ങനെ ഞാനിതാ എൻ്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശനിയും ഞായറും ലേറ്റ് ആകുന്നവരെ കിടക്കായിരുന്നു. ഇപ്പം അതും നടക്കൂല, കാരണം വാവാച്ചിക്ക് ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ശനിയാഴ്ച നടക്കൂല. അപ്പോൾ ഞായറാഴ്ച മാത്രമേ കുറച്ച് ലേറ്റ് ആകുന്നവരെ കിടന്നുറങ്ങാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം ലേറ്റ് ആയിട്ട് എഴുന്നേക്കലും. അപ്പോൾ ഇതാ നമ്മളെ ഉപ്മാവൊക്കെ റെഡിയായി. അതിൻ്റെ ഇടയിൽ ചായയൊക്കെ വെറുതെ ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് നല്ലോണം പോയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? നല്ലോണം മിക്സ് ചെയ്യണം അല്ലേ? ഇത്രയും ആൾക്കാർ കഴിച്ചിട്ടുണ്ട് ഈ സാധനം, അറിയാമോ? അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഈ ഒരു വീൽസൊക്കെ കഴിച്ച് പിന്നെ ഇതാ കുറച്ച് പാത്രമെല്ലാം കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാന്ന്. അതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് കുറേ തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കലാന്ന്. മഴ ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും ആറിടാൻ പറ്റൂല. അതുകൊണ്ട് ഉള്ളിൽ തന്നെയാണ് എല്ലാ തുണിയും ഉള്ളത്. ഉണങ്ങലും ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. അതും വാവാച്ചിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ച് അങ്ങനെ ഞാനിതാ പോപ്കോണൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലഞ്ചും നല്ല ലേറ്റ് ആയിട്ടാണ് കഴിക്കുക. പിന്നെ നമ്മൾ ഇന്നൊരു മൂവി കാണാനും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ തന്നെ അയണൊക്കെ ചെയ്ത് വെച്ചേ. അപ്പോൾ പിന്നെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കൂല. അതുകൊണ്ട് പണികളെല്ലാം ഒന്ന് ഒരുക്കി വെച്ചിട്ട് പോവാന്ന് വിചാരിച്ച്. റഫ് സാധനത്തിൽ വിരിക്കുന്നത് അതാണിത്. ഇത് ബെഡ്ഷീറ്റ്. ഇന്ന് രായിഷ്ണവിയാണ് ചിക്കൻ കറി. അറിയൂ ചേട്ടാ, എന്താണ് എന്ത് സ്പെഷ്യൽ ചിക്കനാണ് ഉണ്ടാക്കുന്നത്? ചാജിപ്പിറ്റിയാ? അവസാനം ചാജിപ്പിറ്റി നമ്മളും തമ്മിലൊരു ഇതിലങ്ങ് പോകും. നമ്മുടെ പോപ്കോണിങ് സ്റ്റോറി. എൻ്റെ അമ്മക്ക് വല്ലാണ്ട് എക്സൈറ്റഡ് ആണ്. മുന്നേ ആക്കിയാലും കരിഞ്ഞു പോയി. നല്ല അടിപൊളിയായിട്ടാണ് ഇട്ടിട്ടുണ്ട്. അടിപൊളി. ഇന്നത്തെ ലഞ്ച് നമ്മൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി രായിഷിന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ ചോറ് ഞാൻ വെക്കാമെന്ന് പറഞ്ഞ്. നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ചാജിപ്പിറ്റി നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവിടുന്ന് രണ്ടാളും അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും പണിയെടുക്കുന്നുണ്ട്. ഉള്ളി അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉള്ളി അരിഞ്ഞപ്പോൾ നൈസായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ അരിഞ്ഞ് തന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട്. റിവെഞ്ച്. അങ്ങനെ നമ്മളിതാ പണികൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ നമ്മളെ നെയ്ച്ചോറിൻ്റെ അരി കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. പിന്നെ നമ്മളെ ജീരകശാല അരിയെല്ലാം നാട്ടിലത്തേത് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കിപ്പം നമ്മൾ അന്വേഷിച്ച് ഒരു അരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, ഓക്കെയാണ്. നെയ്ച്ചോറാക്കിയിട്ട് വലിയ പ്രശ്നമില്ല, രസമുണ്ട്. ചിക്കൻ കറി എവിടെ എത്തി പറയും. ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ചോറെടുപ്പത്തായി. അറിയാമോ? ചിക്കൻ കറി എന്തായി നോക്കാം. എൻ്റെ അടുത്ത് ഫോണിൽ ചാർജിലേക്ക് കുറച്ച് നേരം അങ്ങോട്ട്. അടിപൊളിയായി. എൻ്റെ പേരെന്നാ ചിക്കൻ കറീൻ്റെ? അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ആയി കഴിക്കാന്ന്. അപ്പോൾ ചിക്കൻ കറി രസം ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ചിക്കൻ കറി, തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള കറിയായിരുന്നു. അപ്പോൾ അങ്ങനത്തത് ഞാൻ ഉണ്ടാക്കില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വാവാച്ചി ഒന്ന് പഠിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം പിന്നെ മൂവി 7 മണിക്കായിരുന്നു. അപ്പോൾ നമ്മളൊരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ച് നാളത്തേക്ക് വേണ്ടത്. അങ്ങനെ നമ്മളിതാ റെഡിയായിട്ട് പോവാന്ന്. അപ്പോഴത്തേക്ക് പക്ഷേ ലേറ്റായി. 6:30 എല്ലാം ഇറങ്ങിയത് 6:45 ഇറങ്ങുമ്പോൾ. അപ്പോൾ ഏതാ മൂവി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, തുടക്കം മൂവിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടെ നമ്മളെ ഫ്രണ്ടും ഉണ്ട്, സ്നേഹ ഫാമിലിയും ഉണ്ട്. അപ്പോൾ അവർ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ലേറ്റായി പോയി.
ഞായറാഴ്ച ആയതുകൊണ്ട് ഇതാ നല്ല തിരക്കും ഉണ്ട്. എത്രയാ ആൾക്കാർ മള്ളിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാനും സ്നേഹയും 2 പിള്ളേരും തുടക്കം കാണാനും ഭർത്താക്കന്മാർ 2 DC തമിഴ് മൂവിയില്ലേ DC, അപ്പോൾ അത് കാണുകയാണ് ചെയ്തത്. അത് മക്കൾക്ക് കാണാൻ പറ്റില്ലല്ലോ, 18+ ആണല്ലോ. അപ്പോൾ അവർ 2 പേരും മറ്റേത് കണ്ട് നമ്മൾ ലേഡീസ് മാത്രം തുടക്കം കാണാൻ കയറി. അപ്പോൾ മൂവിനെ പറ്റിയൊന്നും അധികം പറയുന്നില്ല. എന്തായാലും നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല മൂവി തന്നെയായിരുന്നു. പറ്റുന്നവരൊക്കെ പോയി കണ്ടു നോക്ക്. അങ്ങനെ ഒരാളിതാ പേടിച്ചിരിക്കുകയാണ് മൂവി കണ്ടിട്ട്. പേടിച്ച് 2 ടീമുകൾ. പിന്നെ നമ്മളെ മൂവി കഴിഞ്ഞ് ഇനി അച്ഛന് അവരെ കാത്തുക്കണം അല്ലേ? എന്താന്ന് പറയാനില്ലേ തുടക്കത്തിനെ പറ്റി? ഇഷ്ടപ്പെട്ടാ അല്ലേ? തുടക്കം വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ എന്നല്ല, നമ്മൾ 7 മണിക്ക് തുടങ്ങിയോണ്ട് അത് ഫസ്റ്റ് കഴിഞ്ഞ്. ഇവരെ കുറച്ച് നേരം നമ്മൾ കാത്തിരിക്കേണ്ട വന്ന്. അങ്ങനെ അവരും വന്ന്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാന്ന്. അപ്പോൾ അവർ വേറെ വഴി പോയി, നമ്മൾ വേറെ വഴി പോയി എന്ന്. പിന്നെ ലിഫ്റ്റിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ എസ്കലേറ്റർ വഴി ഇറങ്ങി വന്ന് അവർ നേരെ ലിഫ്റ്റിൽ കയറി അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന്. അപ്പോൾ ബൈ ബൈ. ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.